ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാൻ ഒരു മാങ്ങാച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയൊക്കെ തീരാറായി വരുമല്ലേ. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോറാണ് ഞങ്ങൾക്കിവിടെ. ഞാനത് കൊണ്ടാട്ടമൊക്കെ കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, കൊണ്ടാട്ടം മുളകില്ലേ അത് വെച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ചോറാണ് ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ അതിന് വേണ്ടി ഞാൻ രണ്ട് മാങ്ങ, ചെറിയ മാങ്ങയാണ്, പുളിയില്ല, അധികം പുളിയില്ലാത്ത മാങ്ങ. അതുകൊണ്ട് ഞാൻ 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം. രണ്ടും ഇടില്ല, ഒരെണ്ണത്തിൻ്റെ കുറച്ചും കൂടി എടുത്തേയുള്ളേ. പിന്നെ നമ്മുടെ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചും കഴിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ച് ഒക്കെ മാങ്ങ എത്രയെന്നൊക്കെ ചിന്തിക്കാം. വലിയ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മതിയേ. പിന്നെ പുളി തോനെയുണ്ടെങ്കിൽ, പിന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. മതിയേ. ഞാൻ ഒരു അരമാങ്ങ പോകുന്ന 1.5 മുറി മാങ്ങ എടുത്തിട്ടുള്ളേ. അത്രയും മതി. ഇനി ഇത് നമുക്ക് കടുക് വറുത്തിടേ. അടുപ്പ് കത്തിക്കേ. ഏറ്റവും എളുപ്പമുള്ളൊരു പണിയാണ്, ഈസി എന്നൊരു ഇത്. ചോറ് ഞാൻ വെച്ചിട്ടുണ്ടേ. ഒരു 3 ഗ്ലാസ് ബാസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടേ. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ടേ. എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. പൊട്ടട്ടെ. അതെല്ലാം പൊട്ടി. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തേ. ഉഴുന്ന് പരിപ്പൊന്ന് നോക്കട്ടെ. ഇതിനകത്ത് 1 കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു ചെറുതായിട്ട്. അതിനകത്തൊരു 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത്. ഇത് 4-5 ചുമന്ന മുളകില്ലേ, കൊല്ലമുളക്, അതൊന്ന് നടുവൊന്ന് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്ത് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കായം, തീ കുറച്ചിട്ടേക്കുമായിരുന്നേ. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയില്ലേ അതും ഇട്ട് കൊടുക്കുക.
ഇത് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല്ലേ. ഇതൊന്ന് മാങ്ങയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1-1.5-2 മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിനകത്ത് അങ്ങനെ ഒരു പച്ചിപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടേ മതിയേ. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പേ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചത്, കൊണ്ടാട്ടം മുളക്, അയ്യോ അടിപൊളിയായി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. നല്ല രസമായി ചോറ് കഴിക്കാനായിട്ട്. ഇത് മിക്കവരും ഉണ്ടാക്കുന്ന ഇത്. ഈ ചെറിയ തീയിൽ കിടക്കേ. ഈ തീയിൽ ഒരു 2 മിനിറ്റ് 1-2 മിനിറ്റ് കിടക്കട്ടെ. മതിയേ. നമുക്ക് അതിൻ്റെ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവേ. അപ്പോൾ നല്ല ടേസ്റ്റായി അത് കഴിക്കാൻ. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ തീർന്നു വരുന്ന സമയമല്ലേ. അപ്പം മതിയേ. നമുക്കിതൊരു ഗ്യാസ് ഓഫാക്കി സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഉണ്ടല്ലേ നമ്മളെ മാങ്ങാച്ചോറ്. അടിപൊളി ടേസ്റ്റാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ. ഭയങ്കര ടേസ്റ്റായി കഴിക്കാൻ. ഒരു വ്യത്യസ്ത രുചിയിൽ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നേ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി, അതുകൊണ്ടൊന്ന് കാണിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഇതിനകത്തുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഇടാം, കപ്പലണ്ടി ഇടാം. ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഉഴുന്നുപരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.